പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം എൻ്റെ 26-ാമത്തെ വാക്യം. ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നാം ചിന്തിക്കുന്ന വചനം, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഏത് കാലത്താണ്? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശേത്തിന്റെ ജനനത്തെ കുറിച്ച് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കായിന്റെ സന്തതി പരമ്പരകളുടെ വിവരണം ഇവിടെ മുതൽ അപ്രത്യക്ഷമാകുക. ആദാമിന് 130 വയസ്സായപ്പോൾ ജനിച്ച ശേത്തിന്റെ സന്തതി പരമ്പരകളാണ് ഇനിൽ ബൈബിളിൽ സ്ഥാനം പിടിക്കുന്നത്. ലൂക്കോസ് 3:38 ശേത്ത് ആദാമിന്റെ മകൻ എന്ന് പറയുന്നു. അപ്പൊ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത് ശേത്തിന്റെ മകനായ ഏനോസ് ജനിച്ചപ്പോൾ തൊട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധന ആരംഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ എല്ലാ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആരാധനയ്ക്ക് വേണ്ടി അവരവരുടെ നിയമങ്ങൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് പോകുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയും അതിന് തെറ്റു പറയാനും പറ്റത്തില്ല. അവരവരുടെ വിശ്വാസത്തിന് ചെവി പോകുന്നതെന്ന് മാത്രം. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ 2025 അവസാനിക്കുവാൻ പോകുന്ന ഈ കാലയളവും ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷം കൊണ്ടാടുന്ന ഈ ഡിസംബർ 25-നും മനുഷ്യൻ ചെയ്യുന്ന ആരാധന ആരോടാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവർ ആരാധിക്കുന്നത്? എന്താണ് അവർ ആരാധിക്കുവാനുള്ള പ്രമാണം? ആരാധനയ്ക്കകത്ത് അവരാരെയാണ് ഉയർത്തുന്നത്? ഇതൊക്കെ നമ്മൾ വളരെ വിശകലനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ അരികിൽ വളരെ ചേർന്നിരുന്ന എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളിയോട് ചേർന്ന് കൊമ്പുകൾ വസിക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്ന് വസിച്ച് നിശ്ചയമായിട്ടും ഈ അണ്ടകടാകത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ വേണം നിങ്ങൾ ആരാധിക്കാൻ, സൃഷ്ടികളെയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ മഹത്വം എന്നൊക്കെ പറയുന്നത്. അപ്പം എന്തുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ അളവ് കൂടാതെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്നാണ് ഈ യാക്കോബ് പറയുന്നത്. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെല്ലണം. യാക്കോബിന്റെ ലേഖനമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമായത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവത്തിന് കീഴടങ്ങണം, പിശാചിനെ ജയിക്കണം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം തൊട്ട് വായിക്കാൻ കാണുന്നത്, ഹല്ലേലൂയ, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് പിശാചിനെ നിങ്ങൾ ജയിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിനും പറയുന്നത് യുദ്ധത്തെ സംബന്ധിക്കുന്ന ചില സാങ്കേതിക പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ തോറ്റിട്ടല്ല. ഹല്ലേലൂയ. ശത്രുവായ പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവസനെ കീഴ്പ്പെട്ട് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സർവശക്തിയിൽ ആശ്രയിച്ചിട്ടല്ലാതെ സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പിശാചിനെ ജയിക്കാൻ കഴിയൂ. നമ്മുടെ കഴിവുകൊണ്ടോ പ്രമാണം കൊണ്ടോ നമ്മുടെ ചിന്താഗതികൾ കൊണ്ടോ നമ്മുടെ കായിക ബലം കൊണ്ടോ ഒന്നും, നമ്മുടെ ആയുധ പരിശോധന കൊണ്ടൊന്നും നമുക്ക് പിശാചിനെ ജയിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ
ആമേലിയ സർവായുധവർഗത ആമേധാരിയായി നമ്മളെപ്പോഴും അതിനുവേണ്ടി ഒരുക്കമുള്ളവനായിരിക്കണം. പ്രൈസലോ. അപ്പൊ ആദാമിന്റെ പുത്രനായിരിക്കുന്ന ശേത്തിന് ഏനോസ് എന്നൊരു പുത്രൻ ജനിച്ചു. അപ്പോൾ ഒരു പുതിയ ആരംഭം ഉണ്ടായി. ആദാമിന്റെ പുത്രനായിരിക്കുന്ന ശേത്തിന് ഏനോസ് എന്നൊരു പുത്രൻ ജനിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു പുതിയ ആരംഭം ഉണ്ടായി. ജനങ്ങൾ ദൈവത്തെ അന്വേഷിക്കുവാനും നമസ്കരിക്കുവാനും ആരംഭിച്ചു. പ്രൈസ് ആ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. അത് മൂന്നാം തലമുറയുടെ ആരംഭമായിരുന്നു. ഹല്ലേലൂയ. ആദാമിനെയും ഔവ്വയും ആദ്യമായി സൃഷ്ടിച്ചത് കാര്യം അല്ലെ നമുക്കറിയാം. രണ്ടാമത്തെ തലമുറയിൽ കായിൻ, ഹാബേൽ, ശേത്ത് എന്നിവരെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ശേത്ത് എന്നിവരെ കാണുന്നു. വീണ്ടും നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ മൂന്നാം തലമുറയിൽ ഏനോസ് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണമെന്നുള്ള ഒരു ഉണർവ് അവരുടെ ഉള്ളിലുണ്ടായി. ഹല്ലേലൂയ. ഉണർവുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. അവർ ദൈവത്തെ നമസ്കരിക്കുവാൻ ഒരുങ്ങുക. ജനങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹം ഒന്നുണ്ടായി. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ എന്ത് ചെയ്തു? ദൈവം അവരെ അതിനായി ഒരുക്കുകയും ചെയ്തു. ദൈവത്തെ അന്വേഷിക്കണമെന്നുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ട് അവർ നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ മുട്ടുകുത്തിക്കൊണ്ടോ എപ്രകാരമാണ് ആ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ച് നമുക്കറിയത്തില്ല. നടന്നുകൊണ്ടാണോ, മുട്ടുകുത്തിക്കൊണ്ടാണോ, അല്ലെങ്കിൽ കൈകൂപ്പിക്കൊണ്ടാണോ ഒന്നും നമുക്കറിയത്തില്ല. എങ്കിലും അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിച്ചത് എന്താ? ഹല്ലേലൂയ. ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ശേത്തിന്റെ ഒരു മകൻ ജനിച്ച് ഏനോസിന്റെ ജനനത്തോടുകൂടി ലോകം മുഴുവൻ ഇന്ന് ക്രൈസ്തവ വിശ്വാസികളും മറ്റുള്ള സകല ജനങ്ങളും ക്രിസ്മസ് ആഘോഷിക്കും. ലോകം മുഴുവൻ. എന്നാൽ ഇന്ത്യയിൽ അത് നേരെ തിരിച്ച്. ഇന്ത്യയിൽ ഇപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റത്തില്ല. യു പിയിൽ പറ്റത്തില്ല, തടഞ്ഞു. എന്തിനാ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്ഭവനിൽ പറ്റത്തില്ലെന്നാണ്. ഇപ്പൊ ഇത് രാജ്ഭവൻ മാറ്റി ലോക്ഭവനാക്കി. ചിലരുടെയൊക്കെ കുത്തക അധികാരമായി മാറുകയാണ്. ക്രിസ്മസ് എല്ലാ കാലഘട്ടത്തിലും ജനം ആഘോഷിക്കും കേട്ടോ. ഹല്ലേലൂയ. ജനഭാഗം കൂടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എങ്കിലും പറയാം. ഡിസംബർ 25 എന്ന് പറയുന്ന ഇന്ന് ഈ പ്രഭാതം, കഴിഞ്ഞ രാത്രിയിൽ ക്രിസ്മസിനോടനുബന്ധമായി യേശു ക്രിസ്തു ജനിച്ചുവെന്ന് സകല ജനങ്ങളും വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരും അവരവരുടെ വീടുകളിൽ പുൽക്കൂടുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. പുൽക്കൂടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പം പുൽക്കൂടുണ്ടാക്കി അല്ലെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന സാധന സാമഗ്രികളെല്ലാം വെച്ച് അല്ലെങ്കിൽ ചിലയിടത്ത് നീർച്ചാലുകളൊക്കെ ഉണ്ടാക്കി ഉണ്ണിയേശുവിനെ അതിനകത്ത് കിടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്നത്തെ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുക. അപ്പം യേശു ക്രിസ്തു കഴിഞ്ഞ രാത്രിയിൽ പുൽക്കൂട്ടിൽ ജനിച്ചുവെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തു ഒരിക്കലും പുൽക്കൂട്ടിൽ ജനിച്ചിട്ടില്ല. പുൽക്കൂട്ടിൽ ജനിച്ചുവെന്ന് വേദപുസ്തകത്തിൽ വചനവുമില്ല. അപ്പം മറിയയ്ക്ക് പ്രസവവേദന ഉണ്ടായപ്പോൾ ആ കാലഘട്ടത്തിൽ ബെഡുവിൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ സഹായത്തോടെ മറിയ യേശുവിനെ ഒരു ഗുഹയിൽ പ്രസവിച്ചു എന്നുള്ളതാണ്. ആ ഗുഹയും ആ സാഹചര്യം ഇവർക്ക് യോഗ്യമല്ലാതിരുന്നുകൊണ്ട് വഴിയമ്പലത്തിൽ വന്നപ്പോൾ, സത്രങ്ങളിൽ വന്നപ്പോൾ അതെല്ലാം തിരക്കാ, ഫുള്ളാണ്. എല്ലാവരും പേർ വഴിയാത്താൻ പുറപ്പെട്ടതുകൊണ്ട് അതെല്ലാം ഫുള്ളാണ്. അങ്ങനെയാണ് അവർ ഒരു പശുത്തൊട്ടിൽ കൊണ്ട് കിടത്തി എന്ന് പറയുന്നത്. അല്ല, പുൽക്കൂട്ടിലല്ല യേശു ജനിച്ചത്. അല്ലേ? ഇടയന്മാർ ചെയ്ത് പുൽക്കൂട്ടി കണ്ടെങ്കിലും വിദ്വാൻമാർ ചെന്ന് കാണുന്നത് മറിയയുടെ വീട്ടിലാണ് യേശുവിനെ. മത്തായി സുവിശേഷം 2:10 കാണാൻ കഴിയും. അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനം ഇന്ന് ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ, അല്ലെ യേശുവിന്റെ യേശുവിനെ എല്ലാവരും ആരാധിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ ആരാധിക്കുന്നത് സിനിമാ നടന്മാരെ, കോമഡി ഷോ നടത്തുന്നവരെ, റിയാലിറ്റി ഷോ നടത്തുന്നവരെ, കായിക താരങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യ ഇഷ്ടമുള്ള സിനിമ, അല്ലെങ്കിൽ ആ ലോകത്തിലുള്ള മനുഷ്യന്റെ ആരാധനയാക്കി മാറ്റിയിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ മറന്നിട്ട് നീ എന്തിനെ ആരാധിച്ചോ അതെല്ലാം വിഗ്രഹമാണ്. ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് നീ എന്തിനെ ആരാധിക്കുന്നു? നിന്റെ ഹൃദയത്തിൽ നീ ആരെ ആരാധനയായി വെച്ചുകൊണ്ട് നടക്കുന്നു
അത് നിന്റെ ഹൃദയത്തിനകത്തൊരു വിഗ്രഹമാണ്. അത് സിനിമാ ലോകത്തെ താരങ്ങളായിരുന്നാലും, കോമഡി ആയിരുന്നാലും, റിയാലിറ്റി ഷോ ആയിരുന്നാലും, ഏത് മേഖലയിലുള്ള ആരെയാണ് നിന്റെ ഹൃദയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി നീ വെച്ചിരിക്കുന്നെങ്കിൽ അത് നിന്റെ ഹൃദയത്തിലെ വലിയൊരു വിഗ്രഹമാണ്. അല്ലേറിയ അതുകൊണ്ടാണ് അല്ലെ നിങ്ങൾ ദൈവത്തോട് അടുത്തിരുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും ആമേ എന്ന് യാക്കോബൊക്കെ പറയാൻ കാരണം. അപ്പൊ കഴിഞ്ഞ രാത്രിയിൽ യേശുക്രിസ്തു അല്ലേറിയ ജനിച്ചു എന്നവർ പറയാം. അപ്പൊ എല്ലാ വർഷവും യേശു ജനിക്കുക. ചില ആളുകൾക്ക് എല്ലാ വർഷവും ജനിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പം പിന്നെ അവൻ മരിക്കുന്നു, പിന്നെ അടക്കുന്നു, പിന്നെ ഉയർപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അല്ലേറിയ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊരു ക്രൈസ്തവ കുടുംബം ജനിച്ചു വളർന്നപ്പെട്ട ആളാണ്. അല്ലേറിയ അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ക്രിസ്മസ് 25 അനുബന്ധമായി യേശു ക്രിസ്തു ജനിച്ച് പുൽക്കൂട്ടിൽ ഉണ്ട്. എന്നാൽ മനുഷ്യൻ വലിയ ബംഗ്ലാവുകളും വലിയ സൗദങ്ങൾ പണത് വലിയ വലിയ സ്വോത്രം വലിയ വലിയ വില കൂടിയ ഇന്നത്തെ കാലം ജർമ്മൻ അല്ലേറിയ എമ്മ എന്നൊക്കെ പറഞ്ഞ ബെഡൊക്കെ വാങ്ങി സുഖ സന്തോഷത്തോടെ തണുപ്പ് കൊള്ളാതെ വെയിലേക്കാതെ മനുഷ്യൻ കിടന്നുറങ്ങിയ അല്ലേറിയ മനുഷ്യൻ കെട്ടിടത്തിനകത്ത് വിലപിടിപ്പുള്ള വലിയ സൗദങ്ങൾക്ക്, വലിയ കെട്ടിടങ്ങൾക്കകത്ത്, ടെറസ് വീടുകൾക്കകത്ത് മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ മാനകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരമായി സകല ജനത്തെയും പാപങ്ങൾ രക്ഷിപ്പാനിരിക്കെ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ജനിച്ച യേശു കർത്താവ് അല്ലേറിയ പുറത്ത് പുൽക്കൂട്ടിൽ മഞ്ഞുകൊണ്ട് കിടക്കുക. പുറത്ത് പുൽക്കൂട്ടിൽ മഞ്ഞുകൊണ്ട് കിടക്കുക. ആരോരും നോക്കുവാനില്ല, ആരോരും ഒന്നും ശ്രദ്ധിക്കാനില്ല, ജീവനുള്ളതൊന്നുമില്ല, ജീവനില്ലാത്ത ചില സാധനങ്ങളെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് യേശു ഇങ്ങനെ പുറത്ത് മഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ അകത്ത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നാട്ടിക്കിടക്കുന്ന വിഷക്കുപ്പിയെല്ലാം വാങ്ങിക്കൊണ്ട് സുരക്ഷിതമായിട്ട് ഫ്രിഡ്ജിലും ഷോക്കേസിൽ അലമാരിയിൽ സൂക്ഷിച്ചുകൊണ്ട് കുടിച്ചു കൂത്താടി ഭവനത്തിനകത്ത് ആറാടി ക്രിസ്മസ് ആഘോഷിക്കുക. ബന്ധുക്കളെ സ്വന്തക്കാരെ എല്ലാം വിളിച്ച് വീട്ടിനകത്ത് ഭയങ്കര ക്രിസ്മസ് ആഘോഷം നടക്കുമ്പോൾ പുറത്ത് യേശു ക്രിസ്തു രാത്രി മുഴുവൻ മഞ്ഞും വെയിൽ മുഴുവൻ രാത്രി മുഴുവൻ മഞ്ഞും പകൽ മുഴുവൻ വെയിലുവേറ്റ് ഉള്ള പൊടിപടലെല്ലാം അടിച്ച് യേശു ഇങ്ങനെ പുറത്ത് കിടക്കുക. എത്ര കാലമായി ഇങ്ങനെ യേശു ഓരോ ഡിസംബർ 25 കിടപ്പ് തുടങ്ങിയിട്ട്. നിങ്ങളതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പണ്ടത്തൊക്കെ ചെയ്തവരാ. ഞങ്ങൾക്ക് സുബോധം വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി യേശു ഒരു കുഞ്ഞായിട്ടല്ല എല്ലാ കാലത്തും യേശു ദൈവമാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ യേശു ജനിച്ചു. അതെല്ലാ കൊല്ലം ജനിക്കുന്നില്ല, അനുദിനം യേശു ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ചു എന്നുള്ള വിശ്വാസക്കാരാണ് ഞങ്ങൾ. അല്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുമസ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ക്രിസ്തുമസാണ്. അല്ലേരിയ അതിനുവേണ്ടി പ്രത്യേകമായൊരു ദിവസമില്ല. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നീ അകത്ത് കൂത്താടുമ്പോൾ, നീ അകത്ത് കുടിച്ച് പുളച്ച് മതിച്ച് നീ ഇഷ്ടം പോലെ നിന്റെ ബന്ധുക്കളെ സ്വന്തക്കാരെയും ചാർച്ചക്കാരെയൊക്കെ വിളിച്ച് നിന്റെ വീട്ടിനകത്ത്, നിന്റെ കെട്ടിടത്തിനകത്ത്, നിന്റെ കൊട്ടാരത്തിനകത്ത് നീ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ സൃഷ്ടാവായി ദൈവം എവിടെ കിടക്കുന്നു? സൃഷ്ടാവായി ദൈവത്തിന്റെ ഓർമ്മയ്ക്ക്, കർത്താവായി യേശുക്രിസ്തുവിന്റെ ഓർമ്മയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന ആ ക്രിസ്തുമസിൽ ഉണ്ണിയേശു എവിടെ കിടക്കുന്നത്? പുറത്തല്ലേ കിടക്കുന്നത്? അവനെ അകത്ത് കയറ്റിക്കൂടെ? അവനെന്തുകൊണ്ട് നിങ്ങൾ അകത്ത് ഇടം കൊടുത്തില്ല? എന്തുകൊണ്ട് അകത്ത് നിങ്ങൾ പുൽക്കൂടുണ്ടാക്കിയില്ല? എന്തുകൊണ്ട് അകത്ത് നിങ്ങൾ പുൽക്കൂട്ടിൽ യേശുവിന് വാസം കൊടുത്തില്ല? നിങ്ങളുടെ കുടുംബത്തിനകത്തെ സന്തോഷം എന്തുകൊണ്ട് അനുഭവിപ്പാൻ നിങ്ങൾ അനുവദിച്ചു കൊടുത്തില്ല? നിങ്ങളുടെ ഭവനത്തിന്റെ അകത്താണ് പുൽക്കൂടെങ്കിൽ, അഥവാ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്താണ് പുൽക്കൂടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലുള്ള കാര്യങ്ങളൊക്കെ യേശു അറിയും. അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രോതാവി നിങ്ങൾ പുറത്തവരെ കിടത്തിയിരിക്കുന്നത്? അല്ലേലിയ, നിങ്ങൾ പുറത്ത് കിടത്തിയത് നിന്റെ കുടുംബത്തിനകത്തെ രഹസ്യങ്ങൾ അറിയരുത്. നിന്റെ കുടുംബത്തിന്റെ പാപം അറിയാം. നീ ചെയ്ത് കാണിക്കുന്ന മദ്യപിച്ച് വെളിവ് കെട്ട് വീട്ടുകാരും സ്വന്തക്കാരും അയൽവാസികളും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം കൂടിയിരുന്ന് വിഷമടിക്കുന്നത് കർത്താവ് കാണാതിരിക്കാൻ വേണ്ടി, ഉണ്ണിയേശു കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അകത്ത് സന്തോഷിക്കുമ്പം പുറത്ത് യേശു മഞ്ഞുകൊണ്ട് കിടക്കുക. യേശുക്കുട്ടി, നിങ്ങൾക്ക് ലജ്ജ തോന്നാറുണ്ടോ അതിനകത്ത്? സ്തോത്രം. നിങ്ങളെന്നെ എന്തെല്ലാം ചീത്ത പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഈ ചിരി എപ്പോഴും കാണും. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ ചീത്ത പറയണം. പറയുമ്പോൾ നിങ്ങളുടെ കൃപ വർദ്ധിക്കും. നീ ഒന്നുകൂടെ പാപത്തിലേക്ക് വീഴും. അല്ലെങ്കിൽ യേശുവിന് അകത്തിടം കൊടുക്കുക. ശ്രോതാവി, ഇന്ന് നിന്റെ വീട്ടിൽ ഇത് കേക്ക് മുറിക്കുന്നുണ്ടല്ലോ, ബന്ധുക്കളെ വന്ന് കൂടിയിട്ടില്ലേ? ഇന്നലെ ഇറച്ചിക്കടയിൽ പോയി ഇഷ്ടംപോലെ ഇറച്ചി വാങ്ങിയില്ലേ? മീൻ കടയിൽ പോയി ഇഷ്ടംപോലെ വില കൊടുത്ത് മീൻ വാങ്ങിയില്ലേ? നോമ്പ് വീടിയില്ലേ?
എല്ലാ ജാതിക്കാരും ക്രിസ്മസ് ആഘോഷമല്ലേ, വരുന്നു പോരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കില്ലേ. പക്ഷെ യേശു അവിടെ കിടക്കുന്നത് യേശുവിൽ നിന്നും പുറത്ത് തന്നെ. അവനെ നിങ്ങൾ ഒരിക്കലും അകത്തിടാൻ കൊടുക്കത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കണം. അവൻ നിന്റെ ഹൃദയത്തിൽ ജനിച്ചാൽ ഒരിക്കലും യേശുവിനെ നീ പുറത്ത് കിടത്തത്തില്ല. അവനൊരിക്കലും പുറത്ത് വെയിലും മഞ്ഞും മഴയും കോളും തണുപ്പും അടിച്ച് പൊടിപടലം അടിച്ച് ഒരിക്കലും പുറത്ത് കിടക്കാതെ അവന്റെ ഹൃദയത്തിനകത്ത് എന്നും യേശു ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളൊരു പുൽക്കൂടുണ്ടാക്കി പുറത്ത് കിടത്തിയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം വാരിയെടുത്ത് വീണ്ടും കൊണ്ട് നിങ്ങൾ വെക്കും, വീണ്ടും അടുത്ത വർഷം എടുത്തോണ്ട് വരും. പൈസ വേദപുസ്തകം പറയുന്നത് പഠിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ എന്താണ്, മൂന്നാം തലമുറയിൽ അല്ലെങ്കിൽ നമുക്കറിയാം മൂന്നാം തലമുറ. ഒന്ന് ആദം, രണ്ട് ആദമിനുണ്ടായ കായിനും ഹാബേലും അല്ലെങ്കിൽ ശേത്തും അല്ലെങ്കിൽ ശേത്തിനുന്റെ മകനായിരിക്കുന്ന മൂന്നാം തലമുറ ശേബ് ജനിച്ചപ്പോൾ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുക നിങ്ങളുടെ ഹൃദയം കൊണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 3:16 പറയുന്നത്. ദൈവത്തിന്റെ മന്ദിരമായിരിക്കും നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ യേശുക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? നിന്റെ ഹൃദയമാകുന്ന കൂടാരത്തിൽ യേശു ഉണ്ടോ? അതോ പുറത്ത് പുൽക്കൂട്ടി കിടക്കുകയാണോ? നിന്റെ ഹൃദയത്തിനകത്ത് യേശു ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഈ മഞ്ഞുകൊണ്ട് പുറത്ത് കിടക്കുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 35 വയസ്സ് 35-ാമത്തെ വയസ്സിലും 36-ാമത്തെ വയസ്സിലാണ് ഞാൻ വിശ്വാസ ജീവിതം ചെയ്തത്. അതുവരെ ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഞങ്ങൾ പണ്ട് പുൽക്കൂട് ഉണ്ടാക്കിയെന്ന ഓർമ്മ. ഞങ്ങൾക്ക് ദാരിദ്ര്യമായിരുന്നു, അതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് അറിയില്ല, ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങൾ പുറത്താ കിടത്തി. അല്ലേ, ഞങ്ങളുടെ വീട്ടിൽ പുൽക്കൂടുണ്ടാക്കി യേശുവിനെ പുറത്ത് കിടത്തിയ നാളുകളൊന്നും ഞങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു. എന്നാൽ യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് സമാധാനമായി. അവൻ എൻ്റെ ഉള്ളിൽ ജനിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമുണ്ടായത്, എനിക്ക് സുബോധമുണ്ടായത്, എനിക്ക് സ്വസ്ഥതയുണ്ടായത്, എനിക്ക് വീണ്ടും വിചാരമുണ്ടായത്, വിവേകമുണ്ടായത്, സൃഷ്ടവാനാണെന്ന് തിരിച്ചറിഞ്ഞതും അവനെ ആരാധിക്കാവും മറ്റൊരാളെ ആരാധിക്കരുതെന്ന് ഹൃദയത്തിൽ ചിന്ത വന്നപ്പോൾ ഞാൻ ഈ ലോകത്തിലെ മറ്റുള്ള എല്ലാ വ്യക്തികളെയും ആരാധിച്ചിരുന്ന ആരാധന നമുക്ക് പിന്മാറി. എന്ന് പറഞ്ഞാൽ പണ്ട് എനിക്ക് ഒരുപാട് സിനിമ കാണുക, അല്ലെങ്കിൽ വളരെ ചാലിച്ച് സ്തോത്രം, അങ്ങനൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ക്രിസ്തു നിന്റെ ഉള്ളിൽ വന്നാൽ, ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ജനിച്ചാൽ, അല്ലെങ്കിൽ നിന്റെ ഉള്ളം നന്നാകും. നിന്റെ കുടുംബത്തിൽ യേശു ജനിക്കട്ടെ. അല്ലെങ്കിൽ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ജനിച്ചതിന് പേരിൽ മദ്യം പിടിച്ച് കൂത്താടുക. യേശുക്രിസ്തു ജനിച്ചതിന് പേരിൽ ആരാ സന്തോഷിക്കുന്ന അറിയാമോ? കർത്താവായ യേശുക്രിസ്തു ജനിച്ചതിന് പേരിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഇവിടുത്തെ ബീവറേജുകാരാ, ബാറുകാരാ, അതിൽ കൽഷാപ്പുകാരാ. നാളെ രാവിലെ, ഇന്ന് പത്രം കൊണ്ടുവരുന്ന നാളെ രാവിലത്തെ പത്രത്തിൽ വരും, ഈ ഓരോ ജില്ലയിൽ വിറ്റ കണക്ക് വരും. യേശു ജനിച്ചതിൻ്റെ പേരിൽ നീ കുടിച്ചതാണ് നാളെ ജനം പറയുന്നത്. ആരാ സന്തോഷിച്ചത്? നിന്റെ ഉള്ളിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കുടുംബം എത്ര പവിത്രമായേനെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നാം ദൈവത്തെ നമസ്കരിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ നമസ്കരിക്കണം, ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവമേ, നീ സർവശക്തൻ, നീ വലിയവൻ, സകല സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും യോഗ്യനായവൻ, സകല മഹത്വത്തിനും പാത്രീഭൂതൻ. ആകയാൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, അൽഫയാണ്, ഒമേഗയാണ്, ആദ്യനാണ്, അന്തിനുമാണ്, ആദ്യം അന്ത്യം അറിയുന്നവരാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, താൻമാത്ര അമർത്തിയുള്ളവനാണ്, ആരും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവനുമായിരിക്കുന്ന വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത ഹല്ലേലൂയ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരം തന്ന് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന എല്ലാ കാടത്തരങ്ങളെയും മാറ്റിക്കളഞ്ഞിട്ട് ഹൃദയം ശുദ്ധീകരിച്ചെടുത്ത് ഹൃദയത്തിന് ഒരു മന്ദിരമാക്കി മാറ്റിയ യേശുവിനെ വേണം നീ ആരാധിക്കാൻ. അല്ലേ, അവന് പുറത്ത് പുൽക്കൂടല്ല, ഹൃദയം ഒരു പുൽക്കൂടാക്കി മാറ്റണം. നിന്റെ ഹൃദയമായിരിക്കണം പുൽക്കൂട്. പ്രൈസ് ദി ലോർഡ്. ഇതില്ലാതെ നിങ്ങൾ എന്ത് ക്രിസ്തുമസ് ആഘോഷിച്ചാലും,
ഹല്ലേലൂയ. അതൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ ഉള്ളിൽ വേണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. നീ ക്രിസ്തുവിൽ ജനനം പ്രാപിക്കും. ക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ, പാപത്തിന്റെ പ്രമാണങ്ങൾ, പാപത്തിന്റെ ചിന്തകൾ, പാപത്തിൻ്റെതായ അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന ചെളി പിടിച്ച ക്ലാവ് പിടിച്ച അനുഭവത്തെ നീ നീക്കിക്കളഞ്ഞിട്ട് കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചൊരിയപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നിന്റെ ഹൃദയം കഴുകി വെടിപ്പാക്കി എടുക്കുമ്പോൾ, നിന്നെ ശുദ്ധീകരിക്കുമ്പോൾ, നിന്റെ ഹൃദയത്തിന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിനകത്ത് യേശു സിംഹാസനം ഉറപ്പിക്കും. അവനൊരു കൊച്ചു കുട്ടിയായിട്ടല്ല നിന്റെ ഹൃദയത്തിൽ വരുന്നത്. നിക്കറിട്ട് നടക്കുന്ന ഒരു കുട്ടിയായിട്ടല്ല. കുറച്ച് കഴിയുമ്പോൾ അംഗൻവാടിയിലോ ഡേ കെയറിലോ LKG UKG പോകുന്ന ഒരു കുട്ടിയായിട്ടല്ല. അവൻ പൂർണ്ണ ദൈവമായി. അവൻ പൂർണ്ണ ദൈവമായിട്ട് നിന്റെ ഹൃദയത്തിൽ വസിക്കും. ഹല്ലേലൂയ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ അവനേക്കാൾ വലിയവൻ ആരുമില്ല. ഹല്ലേലൂയ. അതിനേക്കാൾ മുകളിലായിരുന്നു ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ വന്നത്. പാപിയായ നിന്റെ പാപത്തിന് വിടുവിച്ചിട്ട് പാപമോചനം തന്ന് നീ അവന്റെ മകനായി മകളായി മാറാൻ വേണ്ടി ഹല്ലേലൂയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു ഭൂമിയിൽ വന്നത് എന്തിനാണ്? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ. അതുകൊണ്ടാണ് യേശുവിന്റെ ജനതകൾ തന്നെ പറഞ്ഞു, അവൻ തന്റെ ജനത്തെ പാപങ്ങൾ രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. ഇമ്മാനുവേൽ നടത്തും. ദൈവം നമ്മുടെ കൂടെയുള്ള ഇമ്മാനുവേൽ. മത്തായി 1:20-21 വായിച്ച കാണാൻ കഴിയും. യേശു നിന്റെ ഹൃദയത്തിലുണ്ടോ? യേശു നിന്റെ ഹൃദയത്തിൽ വസിച്ചിട്ടുണ്ടോ? നിന്റെ ഹൃദയത്തിനകത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്ന ക്ലാവ് പിടിച്ച പാപത്തിന്റെ പായല് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപ സ്വഭാവത്തെ നീക്കിക്കളയണം. അതിന് യേശുവിന് മാത്രമേ കഴിയൂ. അവൻ ലോകരക്ഷകനാണ്. അവനൊരു ചെറിയ ശിശുവല്ല. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലേക്ക് ഹല്ലേലൂയ ഒരു ശിശുവായി ജനിച്ചത് അവന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച, നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിച്ച് മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. അങ്ങനെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ, ആ മനുഷ്യന്റെ അരികിലേക്ക് വരുമ്പോൾ യേശു ഒരു മനുഷ്യനായി തന്നെ വരണം. അതിലൂടെ മനുഷ്യരൂപം എടുത്ത് മനുഷ്യപുത്രനായി. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നവൻ എന്ന് പറഞ്ഞാൽ ആദ്യ വചനമുണ്ട്. വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:1 വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ 1:14 വായിക്കും, വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെ കൃപയും സത്യവും നിറഞ്ഞ യേശു നമ്മുടെ ഇടയിൽ പാർത്തു പറയുമ്പോൾ, യേശു എല്ലാ കാലത്തും പൂർണ്ണ ദൈവമായി നിന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ജനിക്കണം. ഹല്ലേലൂയ. അല്ലാതെ പുറത്ത് പുൽക്കൂട്ടിൽ യേശുവിനെ കൊണ്ട് മഴയും വെയിലും മഞ്ഞും കൊള്ളാൻ ഇട്ടിട്ട് നീ അകത്തിരുന്ന് കുടിച്ച് കൂത്താടി മറിയരുത്. അത് നിന്റെ കുടുംബത്തിന് ശാപമാണ്, നിനക്ക് ശാപമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്മസിന്റെ സന്ദേശമൊക്കെ കേൾക്കുന്നവരാ. നിങ്ങളൊരു പക്ഷെ പ്രസംഗിക്കാനൊക്കെ കഴിവും പ്രാപ്തിയുള്ളവരൊക്കെയാ. ഹല്ലേലൂയ. പക്ഷെ ക്രിസ്തു എവിടാണ് ജനിക്കേണ്ടത്? ക്രിസ്തു പുറത്താണോ ജനിക്കേണ്ടത്? പുറത്ത് പുൽക്കൂട്ടിലാണോ ജനിക്കേണ്ടത്? യേശു നിന്റെ ഹൃദയമാകുന്ന പുൽക്കൂട് നീ എന്തുകൊണ്ട് അവൻ ഒരുക്കി കൊടുത്തില്ല? നിന്റെ ഹൃദയം എന്തുകൊണ്ട് നീ ഒരുക്കി കൊടുത്തില്ല? നിന്റെ ഹൃദയത്തിൽ എന്തുകൊണ്ട് നീ യേശുവിന് ജനിപ്പാൻ നീ അവസരം കൊടുത്തില്ല? നിന്റെ ഭവനത്തിനകത്ത് എന്തുകൊണ്ട് നീ പുൽക്കൂട് ഒരുക്കിയില്ല? ഹല്ലേലൂയ. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്, നിന്റെ ഭവനത്തിനകത്ത് പുൽക്കൂട് ഒരുക്കിയാൽ, നിന്റെ ഹൃദയത്തിനകത്ത് പുൽക്കൂട് ഒരുക്കിയാൽ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ യേശു പറയും. നിന്റെ ഭവനത്തിനകത്ത് പുൽക്കൂടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയായി. അതറിയാതെ ഇന്നും നീ രഹസ്യ പാപങ്ങൾ സൂക്ഷിച്ചുകൊണ്ട്, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ സൂക്ഷിച്ചുകൊണ്ട്, നിന്റെ സ്വമേധ പാപങ്ങൾക്കകത്ത് നീ വസിച്ചുകൊണ്ട് നീ എത്ര യേശുവിന്റെ ജനനത്തെ ആഘോഷിച്ചാലും നിന്റെ പാപത്തിന് പരിഹാരമില്ല. നീ വീണ്ടും പാപി ചെന്നാൽ പാതാളത്തിൽ നിന്ന് നീ വീണ്ടും പാപത്തിലേക്ക് വീഴുക. ഈ 2025 ഡിസംബർ മാസം 25 യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആ ആഘോഷം നിന്റെ ഹൃദയത്തിലാകട്ടെ. നിന്റെ ഹൃദയത്തിൽ യേശു വസിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ യേശു വസിച്ചാൽ നിന്റെ ഹൃദയം നിർമ്മലമായി മാറും. ഹല്ലേലൂയ. പാപം ചെയ്തിട്ട്, ഏത് പാപം ചെയ്തിട്ട് യേശുക്രിസ്തു ജനനം ആഘോഷിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ രാത്രിയിൽ ഹല്ലേലൂയ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധമായിട്ട് ഒരു മീറ്റിംഗ് നടന്നു. ഹല്ലേലൂയ. ആ മീറ്റിംഗ് ഹല്ലേലൂയ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു കൺവെൻഷനാണ്. ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൽ ചില വ്യക്തികൾ എന്ത് ചെയ്തു? കുടിച്ച് കൂത്താടുക, ആ സ്റ്റേജിന്റെ മുമ്പിൽ കിടന്ന് നൃത്തം ചെയ്യുക. എന്താ ക്രിസ്മസ് ആഘോഷമാണ്?
അവരരിക്കൽ വന്നിരുന്നിട്ടിരിക്കുക. അരിക്കൽ വന്നിരുന്നപ്പോൾ ഇച്ചിരി കെട്ട മണമാണ്. നമ്മൾ പറയില്ലേ, ഈ റോഡെ കൂടെ ഒക്കെ പോകുമ്പോൾ പാമ്പ് വാ വിളിക്കുന്ന മണം എന്നൊക്കെ പണ്ട് പിള്ളേർ നിൽക്കൽ കെട്ട മണം എന്ന് പറയും. മദ്യപിച്ച് വെള്ളമടിച്ച് ആമി ഉള്ള കട്ടെല്ലാം കൂടെ കുടിച്ചിട്ട് അവൻ കുടിച്ചിട്ട് വന്ന് ചിലവന്മാർ അരിക്കിലേക്ക് ഇരുന്ന് കഴിയുമ്പം അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധം. ഇത്ര നാട്ടിൽ ഞാനിതൊക്കെ അനുഭവിച്ച ആളാണ് കേട്ടോ. ഞാൻ 25 വർഷം ആമി മദ്യത്തിന് അടിമയായിരുന്നു. അല്ലേ? അങ്ങനെ ദുർഗന്ധം വമിക്ക്. എന്താ ഇവൻ പറഞ്ഞു? ഇവൻ യേശു വലിച്ചൊരു നൃത്തം ചെയ്യുക, പാട്ട് കേൾക്കും, നൃത്തം ചെയ്യുക. അവൻ്റെ ഉള്ളിൽ എന്താ കിടക്കുന്നത്? അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ലോകത്തിൻ്റെ വിഷമായ മദ്യം അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ഹൃദയം പുൽക്കൂടായിട്ട് കൊടുത്തിരുന്നെങ്കിൽ, യേശു അവൻ്റെ ഹൃദയത്തിൽ വസിച്ചിരുന്നെങ്കിൽ, അവൻ ഈ കോഞ്ഞാണി ഒന്നും അടിച്ചിട്ടേ, ഈ മദ്യമൊന്നും അടിച്ചിട്ട്, ഈ വിഷമൊക്കെ അടിച്ചിട്ടേ അവൻ പാമ്പാകാതെ അവൻ ശരിയായിട്ട് സുബോധാത്മാവിൽ ദൈവത്തെ ആരാധിച്ചേനെ. അതുകൊണ്ട് ആദ്യം നമ്മൾ ദൈവം ആദമിനെ ഔവ്വയെ സൃഷ്ടിച്ചു, അവർക്ക് ശേത്ത് ജനിച്ചു, അല്ലെ? 2ാം തലമുറ. 3ാം തലമുറയായിരിക്കുന്ന ഏനോശ് ജനിച്ചപ്പോൾ ആ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. അവർ നിന്നുകൊണ്ടോ നടന്നുകൊണ്ടോ കൈകൂപ്പിക്കൊണ്ടോ എങ്ങനെ ആരാധിച്ചതെന്ന് ദൈവവചനം പറയുന്നില്ലെങ്കിലും, ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ജനിക്കുമ്പോൾ, ഹൃദയമാക്കുന്ന പുൽക്കൂട് നീ യേശുവിന് കൊടുത്താൽ, നിന്റെ ഹൃദയത്തിൽ യേശു ജനിച്ചാൽ, നിന്റെ ഈ ഇന്നത്തെ ഈ കാടത്തരം മുഴുവൻ മാറി നീ സുബോധമുള്ളവനായി മാറും. നീ സുബോധമുള്ളവളായി മാറും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തെ നമസ്കരിക്കണം, അവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവമേ, നീ സർവശക്തൻ, നീ വലിയവൻ, നീ സ്തുതിക്കും ബഹുമാനത്തിനും മഹത്വത്തിനും ആദിപുത്രനാകിയാൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ നമസ്കരിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതിന് ശേഷമായിട്ട് ശേത്തിന്റെ കാലം ശേത്തിന് ഏനോസിന് ആ കാലത്ത് ആരാധന തുടങ്ങി. അതിന് ശേഷമായിട്ട് അബ്രഹാം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അബ്രഹാം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്ന്. അബ്രഹാം ദൈവത്തിന്റെ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ ഈ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ അവിടെ നിന്ന് ബേതേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേതേൽ പടിഞ്ഞാറും ഹായ്, ഹല്ലേലൂയ, കിഴക്കുമായി കൂടാരമടിച്ചു. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം, ഹല്ലേലൂയ, പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അബ്രഹാമും ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. അബ്രഹാമും ദൈവത്തെ ആരാധിച്ചു. യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിത് അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നിന്റെ ഹൃദയം ഒരു യാഗപീഠമായി കൊടുക്കണം. നീ പൗലോസ് എന്താണ് പറയുന്നത്? പൗലോസ് എന്ന റോമാലേഖനം 12ാം അധ്യായം അവരുടെ 1ാം വാക്യം, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അത് നിന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കണം. നിന്നെ യാഗമായി കൊടുക്കണം. നിന്റെ ഹൃദയം ഒരു യാഗപീഠമായി മാറട്ടെ. ലേരിയ. പഴയ നിയമത്തിൽ യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന കാളകളെ അതിൻ്റെ കഴുത്തറത്ത് അല്ലെങ്കിൽ അതിൻ്റെ രക്തം തളിച്ച് ശുദ്ധീകരണം വരുത്തതുപോലെ നിന്റെ ഹൃദയമാകുന്ന യാഗപീഠത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് തളിക്കപ്പെട്ട നിന്റെ ഹൃദയമാകുന്ന യാഗപീഠം നീ ശുദ്ധീകരിക്കണം. അബ്രഹാം യാഗപീഠം പണിയെങ്കിൽ പുതിയ നിയമത്തിൽ ആ യാഗപീഠം നിന്റെ ഹൃദയമായി മാറട്ടെ. അങ്ങനെയാണെങ്കിൽ അബ്രഹാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിനക്കും ദൈവത്തെ ആരാധിക്കാൻ കഴിയും. അല്ലാതെ ഈ നാട്ടിൽ കിടക്കുന്ന ബീവറേജുകാരൻ സർക്കാർ പണം ഉണ്ടാക്കുന്ന ഈ മദ്യം വിഷമല്ല നിന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണം നൽകേണ്ടത്. കഴിഞ്ഞ രാത്രി ഇന്ന് രാത്രിയൊക്കെ ഈ ചിലരുടെ ഹൃദയത്തിനകത്ത് ശുദ്ധീകരണം നടക്കുന്ന എന്താ? ഈ കട്ടൻ, ഈ വിഷങ്ങളാ, ഈ ബ്രാൻഡികള്. ഹൃദയശുദ്ധി. നീ ദൈവത്തിന് യാഗമായി മാറണം. എന്നിട്ട് പൗലോസ് ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് എന്നാണ് പൗലോസ് പറയുന്നത്. റോമാലേഖനം 12:2. നീ ഈ ലോകത്തിന് അനുരൂപരായി കരുതണം. ഈ ലോകത്തിന് അനുരൂപരായി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിന്റെ മനസ്സിന് പുതുക്കം വരണം. കർത്താവ് നിന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടി ജനിച്ചാൽ നീ ലോകത്തിന് അനുരൂപമാകത്തില്ല. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നീ തിരിച്ചറിയും. നിന്റെ മനസ്സ് പുതുക്കും. ഹല്ലേലൂയ. നിനക്ക് രൂപാന്തരം.
ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ, ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ക്രിസ്തുമസ് വന്നു കഴിയുമ്പോൾ, ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ നീ ഇടം കൊടുത്താൽ നിന്റെ മനസ്സിനൊരു മാറ്റം വരും. അല്ലേറിയ മതം മാറാനല്ല ഇവിടെ പറഞ്ഞത്, പേര് മാറാനല്ല ഇവിടെ പറഞ്ഞത്, പള്ളി മാറാനല്ല പറഞ്ഞത്, നിങ്ങളുടെ പാരമ്പര്യം വിടാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ മനസ്സിനൊരു പരിവർത്തനം ഉണ്ടാകണം. നിന്റെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കണം. അല്ലേറിയ അബ്രഹാം എന്ത് ചെയ്തു? ആ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിച്ചു. അല്ലേറിയ അപ്പൊ നമ്മൾ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അല്ലേറിയ വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേറിയ സ്തോത്രം, അല്ലേറിയ നാം ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ കഴിയണം. ദൈവത്തോട് ചേർന്ന് വസിപ്പാൻ കഴിയണം. നമ്മൾ വീണ്ടും ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അബ്രഹാം ദൈവത്തെ ആരാധിച്ച ആരാധന. അല്ലേറിയ തൻ്റെ പുത്രനായിരിക്കുന്ന ഇസ്ഹാക്കും യാക്കോബും ഒക്കെ അവർ ദൈവത്തെ ആരാധിച്ചിരുന്നു. അല്ലേറിയ അവർ ദൈവത്തെ സ്തുതിച്ചിരുന്നു. അല്ലേറിയ അവർ ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഞാൻ ഈ ക്രിസ്തുമസ് സന്ദേശമൊന്നും പറയാനായിട്ട് വന്നതൊന്നുമല്ല, ആരാധന ആർക്കാ കൊടുക്കുന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏനോസ് ജനിച്ചപ്പോൾ, ആ കാലത്ത് ഏനോസ് ജനിച്ചു, അല്ലെ ജയത്തിനൊരു മകൻ ജനിക്കുന്നു, 3-ാം തലമുറ. അപ്പൊ 3-ാം തലമുറക്കാനായിരിക്കുന്ന ഏനോസിന്റെ കാലഘട്ടത്തിൽ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയെങ്കിൽ ആമെ തലമുറകൾ പിന്നിട്ട് ഇങ്ങോട്ട് ഈ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നീ നിന്റെ തലമുറയും ജീവനുള്ള കർത്താവിനെ ആരാധിക്കാം. നിനക്ക് ആരാധിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ, ഒരു ആരാധനുണ്ടെങ്കിൽ അത് യേശു ആയിരിക്കട്ടെ. അവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നവനാ. അല്ലേലൂയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനെ, ശുദ്ധീകരണം തന്നവനാ. ആമീൻ. നീ ക്രൂശിക്കപ്പെടേണ്ട സ്ഥാനത്ത്, നിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് നീ ശാപമായി മാറേണ്ട സ്ഥാനത്ത്, നീ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നിന്നെ സുരക്ഷിതമായി ഒരു മേഖലയിലേക്ക് മാറ്റി നിർത്തുന്ന അവനിലേക്ക് ഒതുക്കിക്കൊണ്ട് നിന്റെ പാപത്തെ യേശു ഏറ്റെടുത്തു. ആ പാപം ഏറ്റെടുത്ത ക്രൂശിൽ അവൻ കാരിരുമ്പാണിയാൽ തറയപ്പെട്ടു. അല്ലേലൂയ. അവൻ മുൾക്കിരീടധാരിയായി, കൈകാലുകൾ കാരിരുമ്പാണിയാൽ തറയപ്പെട്ടു, വിലാപ്പുറം കുത്തി തുറന്നു, അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി. അല്ലേലൂയ. അവന്റെ രക്തം ധാരധാരയായി ഒഴുകി ശിരസ് തൊട്ട് ഉള്ളംകാൽ വരെ ആമി ക്രൂസിന്റെ കാമെല്ലിയ കാൽത്തം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. കണ്ടാൽ ആളല്ലെന്ന് തോന്നുന്ന ഒരു മാംസപ്പെട്ടമായി യേശു ക്രൂസിൽ കിടക്കുക. അല്ലേലൂയ. എന്തിനാ? നിന്റെ പാപം പരിഹരിക്കുവാൻ, നിന്റെ ഹൃദയത്തിന് ശൂന്യത മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിന്റെ അശുദ്ധിയെ മാറ്റുവാൻ, നിന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ യേശു വസിപ്പാൻ വേണ്ടി. ആമേൻ. നിനക്ക് മോചനം നൽകുവാൻ, നിനക്ക് രക്ഷ നൽകുവാൻ വേണ്ടി, നിന്റെ മകനാക്കി മാറ്റാൻ, മകളാക്കി മാറ്റാൻ വേണ്ടി, നിന്റെ ശാപം മാറാൻ വേണ്ടി, നിന്റെ അകൃത്യങ്ങൾ നിന്നെ വിടുവിക്കുവാൻ അവൻ നിനക്ക് വേണ്ടി പരമയാഗമായി മാറി. യേശു കർത്താവ്. ആ യേശു കർത്താവിന്റെ ആമേൻ ജനനം, അവന്റെ ജനനം എന്ന് പറഞ്ഞ ഇന്ത്യക്ക് 2025 വർഷം മുമ്പ് നടന്ന ആ ജനനം, അല്ലേലൂയ, ആ യേശുക്രിസ്തുവിന്റെ ജനനം നിന്റെ ഹൃദയത്തിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ മാറിപ്പോകുന്ന, ഹൃദയത്തിന്റെ ചിന്തകൾ മാറി യേശുവായിട്ട് ഇനി ഒരു ബന്ധം സ്ഥാപിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവായിട്ടൊരു ബന്ധം വേണം. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. അല്ലേ? വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? അബ്രഹാം ബേർശേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു. നിത്യ ദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാം കുറെ കാലം ഫിലിസ്തീന്റെ ദേശത്ത് പാർത്തു. അല്ലേലൂയ. വീണ്ടും അബ്രഹാം എന്താ ചെയ്യുന്നറിയോ? അല്ലേലൂയ, സ്തോത്രം. അബ്രഹാം ബേർശേബയില് ഒരു പിചുല വൃക്ഷം നട്ടു. അല്ലേലൂയ. എന്നിട്ട് നട്ടു നിത്യദൈവമായ, ആരാണ്? നിത്യദൈവമായ യഹോവയുടെ, കറക്റ്റായിട്ട് അങ്ങ് എഴുതി വെച്ചിരിക്കുക. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. എന്നെ കേൾക്കുന്ന മാതാവ്, നിത്യദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ നീ ആരാധിക്കുന്നത്? ആ കർത്താവിനെയാണോ നീ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്? അത് ഈ ലോകത്തിന്റെ പ്രമാണിമാരാണോ നിന്റെ ആരാധന നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നത്? ഈ ലോകത്ത് നിനക്ക് ഒരുപാട് ആരാധകരുണ്ടായിരിക്കും. ആരാധകരൊക്കെ നിനക്കുള്ളത് കൊണ്ട് നിന്നെ ആരാധിച്ചോ, നീ ആരെങ്കിലും ആരാധിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ ഭൂമിയിലുള്ള എന്തിനെ ആരാധിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. അബ്രഹാം അത് തിരിച്ചറിഞ്ഞിരുന്നു. അബ്രഹാം അതുകൊണ്ട് താൻ പോകുന്ന സ്ഥലത്തെല്ലാം കൂടാരമടിക്കുകയും യാഗപീഠം വിടുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുവെന്ന് വേദപുസ്തകങ്ങളുടെ നിരന്തരമായി നമ്മെ വെളിപ്പെടുത്തി തരുന്നത്. പ്രൈസലോ. നമുക്ക് കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. പ്രൈസലോ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ അടുത്തൊരു ബീവറേജ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ബീവറേജിന്റെ പടിക്ക് കൂടെ പോകാൻ പറ്റരുത്. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു.
ഘോഷയാത്ര പോലെ വാഹനങ്ങൾ വന്ന് ഇരു സൈഡിലും പാർത്ത് കിടക്കുക. ഘോഷയാത്ര പോലെ രണ്ട് സൈഡിലും വാഹനം പാർക്കുക. കാറും ജീപ്പ് കാറും ഓട്ടോറിക്ഷയും ബൈക്കും വില കൂടിയ BMW അടക്കം അല്ലെങ്കിൽ മേഴ്സിഡസ് കാർ അടക്കം വന്ന് റോഡിന്റെ ഇരു സൈഡിലും കിടക്കുക. നമ്മുടെ 25 ദിവസം നോമ്പെടുത്ത വിശുദ്ധന്മാരുണ്ടല്ലോ, 25 ദിവസം നോമ്പെടുത്ത വിശുദ്ധന്മാർ കവറും കണ്ട് വരിക, ഭാഗം കണ്ടൊക്കെ വന്നിട്ട് ഈ നോമ്പ് വിട്ടിട്ടില്ല, നോമ്പ് വിടാൻ പോകുന്നുള്ളൂ, ചില മണിക്കൂർ കഴിഞ്ഞ് നോമ്പ് വിടുകയുള്ളൂ. അവരെല്ലാം കൂടെ ബീവറേജിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്തു കൊണ്ട് വരുന്നത് പോലെ ആ ഒക്കത്തെടുത്തോളം ആ വലിയ വാഹനത്തിൽ കയറ്റി എല്ലാവരും വീട്ടിലേക്ക് പോവുക. അല്ലേ, അത് വീട്ടിനകത്ത് കൊണ്ട് വെച്ചു. അല്ലേ, യേശു ജനിച്ചത് പുറത്തു. വീട്ടിനകത്ത് എന്ത് കൊണ്ടുവച്ചു? മദ്യം കൊണ്ടുവച്ചു. യേശുവിന്റെ ജന്മം എവിടെ വെച്ചു? പുറത്ത് പുൽക്കൂട്ടി വെച്ചു. നീ പുറത്ത് കിടന്നോ, ഞങ്ങൾ അകത്ത് കിടക്കാവുന്നു. ഞങ്ങൾ അകത്ത് കിടന്ന് ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കിട്ട്, നീ ജനിച്ചതല്ലേ, അതുകൊണ്ട് ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ചിട്ട് പൊളിക്കുന്നു. അപ്പൊ അകത്ത് അടിച്ചു പൊളിക്കുക, പുറത്ത് യേശു കിടന്ന് ദുഃഖിക്കുക. കേട്ടോ, നിന്നെ ഓർത്ത് സ്വർഗം ദുഃഖിക്കുക. നിന്നെ ഓർത്ത് നിന്റെ പ്രവൃത്തി കണ്ട്, നിന്റെ രീതി കണ്ട്, നിന്റെ ചെയ്തികൾ കണ്ടിട്ട് സ്വർഗം നിന്നെ കണ്ടിട്ട് ചിരിക്കുക. നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ശ്രോതാവെ നിന്റെ ഈ പ്രവർത്തികൾ കൊണ്ട് ഒന്നും നടക്കത്തില്ല. യേശു നിന്റെ ഹൃദയത്തിൽ വരട്ടെ. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. അബ്രഹാം ദൈവത്തെ ആരാധിച്ചു, പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്ക് ദൈവത്തെ ആരാധിച്ചു, യാക്കോബ് ദൈവത്തെ ആരാധിച്ചു, പ്രൈസ് ദി ലോർഡ്. ഈ തലമുറ ദൈവത്തെ ആരാധിക്കണം, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കൂടാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊന്നും നീ ചെയ്യരുത്. ലേറിയ ഇനിയിപ്പോൾ ഈ ക്രിസ്മസ് എന്തുകൊണ്ട് തീരുവരും, നാളെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. 25 ദിവസം ഉപവസിച്ചു. 25 ദിവസം ഉപവസിച്ച് നോമ്പെടുത്ത് യേശുക്രിസ്തു ജനിച്ചു. ഈ ഉപവാസം കഴിയുമ്പോൾ നീ 25 ദിവസം നോമ്പ് കഴിയുമ്പോൾ നീ വിശുദ്ധനാകണ്ടേ? 25 നോമ്പ് എടുത്തു കഴിഞ്ഞ് നീ പിന്നെ വിശുദ്ധനായി മാറണ്ടേ? പിന്നെ നീ മദ്യം തുടരുത്, വെറുക്കൂത്തിലേക്ക് പോകരുത്, നിന്റെ ഹൃദയം അല്ലെങ്കിൽ അശുദ്ധമായി ഏൽപ്പിക്കരുത്. പക്ഷേ ഈ കഴിഞ്ഞ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ ജനനം പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ കിടത്തി കഴിഞ്ഞിട്ട് നീ മദ്യം അടിച്ചുകൊണ്ട് നിന്റെ ഹൃദയം വീണ്ടും അശുദ്ധി കൊണ്ട് നിറഞ്ഞില്ലേ? നായുടെ വാല് 12 വർഷം കൊള്ളിട്ട് ചൂരിയെടുത്താൽ വളഞ്ഞിരിക്കുന്നു പറഞ്ഞ പോലെ നീ എത്രമാത്രം നോമ്പ് നോക്കിയാലും, എത്രമാത്രം പ്രാർത്ഥിച്ചാലും, എത്രമാത്രം ഉപവസിച്ചാലും നിന്റെ ഹൃദയത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകാത്തിടത്തോളം കാലം നീ പഴയ മനുഷ്യൻ തന്നെ. നിനക്ക് പുതിയതാകാൻ കഴിയത്തില്ല. നീ പുതിയ മനുഷ്യനായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് മുഴുവൻ എടുത്തു കളയണം. അതെ, 2 കൊരിന്ത്യർ 5:18 ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു, പഴയതിനെ നീ നീക്കിക്കളയണം. പഴയ സ്വഭാവത്തെ, പഴയ രീതികളെ, പഴയ ആചാരങ്ങളെ, കർമ്മജടിലമായ നിന്റെ ജീവിതത്തിന്റെ ക്രമങ്ങളെ, നിന്റെ പിതാക്കന്മാർ നിന്നെ പഠിപ്പിച്ചു വെച്ച കാര്യാന്തികൾ, ദൈവഹിതമല്ലാത്തതിനെ എല്ലാം നീ നിന്റെ ഹൃദയത്തിൽ നീക്കിക്കളഞ്ഞിട്ട് നീ ഒരു പുതിയ മനുഷ്യനായി മാറണം. യേശുവിന്റെ ഹൃദയത്തിൽ ജനിച്ചാൽ നീ ഒരു പുതിയ മനുഷ്യനായി മാറും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഞാനൊക്കെ ജനിച്ച് തിരിച്ചറിവായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കള്ളും വെള്ളവും ഒക്കെ ഉണ്ട്. എൻ്റെ അപ്പനമ്മമാരൊക്കെ എല്ലാവരും ഇത് കുടിക്കുന്നു. എൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ഉപ്പൻ്റെയൊക്കെ എല്ലാവരും ഇത് കുടിക്കുന്നു. ആ കൂട്ടത്തിൽ ചെറുപ്രായത്തിൽ ഞാൻ കുഞ്ഞുകുട്ടിയായിരിക്കും തന്നെ എനിക്ക് മദ്യ കൂട്ടി തന്ന് എന്നെ കുടിപ്പിച്ച് എൻ്റെ പൂത്ത് കാണാൻ വേണ്ടി എൻ്റെ വീട്ടുകാരിരുന്നൊക്കെ ഞാൻ ഇന്ന് ചെറിയ ഓർമ്മയുണ്ട്. അങ്ങനെ നീണ്ട 36 വർഷമാണ്. അന്നെൻ്റെ ഹൃദയത്തിനകത്ത് വസിച്ചിരുന്ന പാമ്പ, അല്ലേ പഴയ പാമ്പേ. ആ ഏദൻ തോട്ടത്തിൽ അവയെ തെറ്റിച്ചൊരു പാമ്പുണ്ടല്ലോ, പാമ്പ്, ആ സർപ്പമാണ് അതുവരെ എൻ്റെ ഹൃദയത്തിലുണ്ടായത് 35 വർഷം വരെ. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് എൻ്റെ ഹൃദയം പുൽക്കൂടായി യേശുവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പഴയ പാമ്പ, പഴയ സർപ്പത്തെ, പഴയ സാത്താനെ, പിശാചിനെ എന്നേക്കുമായിട്ട് ഞാൻ പുറത്തു കളഞ്ഞു. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഞാൻ വീണ്ടും ആ വാക്യം വായിക്കാം. യാക്കോബ് പറയുകയാണ്, ഹല്ലേലൂയ, 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. അതെ, ക്രിസ്മസ് കൊണ്ട് നിന്റെ കൈകളെ വെടിപ്പാക്കണം. പാപിയായി നിന്റെ പാപജീവിതം മാറ്റി നിന്റെ കൈകളെ വെടിപ്പാക്കി നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം. നീ കർത്താവിന് വേണ്ടി, കർത്താവ് വരാൻ സമയമായി, കാഹളം ധരിക്കുക സമയമായി. മധ്യാകാശത്തെല്ലാം കാഹളം ധരിക്കുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനെ വിളിക്കണം.
എന്നെ കേൾക്കുന്ന ഒരു ഭക്തൻ, യഥാർത്ഥ ഒരു ക്രൈസ്തവ ഭക്തന് അല്ലെ, യേശു ഇന്ന് പുൽക്കൂട്ടിൽ ജനിച്ച ആ യേശുവിന്റെ ജനനത്തിലല്ല അവൻ ആഘോഷിക്കേണ്ടത്. എല്ലാ വർഷവും പുൽക്കൂടുണ്ടാക്കി യേശു ജനിച്ചു എന്ന് അതിലല്ല ആഘോഷിക്കേണ്ടത്. ആമേൻ. 2025 വർഷം മുമ്പ് കാൽവറിയിൽ, അല്ലെ 2025 വർഷം മുമ്പ് നമുക്ക് വേണ്ടി സ്തോത്രം ജനിച്ച കർത്താവായ യേശു കൊണ്ട് ജനനം നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഇനി നിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഇവിടെ നോക്കിയിരിക്കാൻ. ഇനി കർത്താവ് വരാനുള്ളത്, അല്ലെ ഇവിടെ ജനിക്കുകയില്ല. ഇനി രണ്ടാമതൊരു കുഞ്ഞുകുട്ടിയായിട്ട് ഒരു ശൈശവപ്രായത്തിൽ യേശു ജനിക്കുന്നില്ല. ഇവിടെ മറിയുടെ മടിയിൽ കിടന്ന് മുലകുട്ടിക്കുവാനും മറിയുടെ മടിയിൽ കിടന്ന് ലാളന വെക്കാനൊന്നും യേശു ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് വെളിപ്പെടുത്തി നമുക്ക് സുബോധം ഉണ്ടാകാൻ വേണ്ടി. യേശു എന്നും ദൈവം, നിത്യദൈവമാ, നിത്യപിതാവാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പൊ അവിടെ എന്താ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞതാണ്, നമുക്കൊരു മകൻ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഈ ലോകത്തിന് മുഴുവൻ ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ നിത്യപിതാവാണെന്ന്. ആരാ? യേശു നിത്യപിതാവ്. യേശു പുൽക്കൂട്ടിൽ ജനിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞു യേശു പുൽക്കൂട്ടിൽ ജനിച്ചിട്ടില്ല, അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ നിങ്ങൾ കൊണ്ടാടുമ്പോൾ തന്നെ ഓർക്കണം, അവൻ ശിശുവായിട്ട് ഈ ഭൂമി ജനിച്ചെങ്കിലും അവൻ നിത്യപിതാവാ, വീരനാ ദൈവ, അല്ലേ, സമാധാന പ്രഭുവ, അത്ഭുത മന്ത്രിയ. അത് ഈ കർത്താവാണ് നിന്റെ ഹൃദയത്തിൽ വസിക്കേണ്ടത്. ഹല്ലേലൂയ. അവൻ എന്നെ കേൾക്കുന്ന പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് യേശു വസിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി പൂർണ്ണ മനസ്സോടും കൂടി നീ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നിന്റെ കുറവുകളെ നീ ഏറ്റുപറഞ്ഞ്, നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവകൃപ നീ പ്രാപിക്കണം, ദൈവകൃപ നിറയപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. ഭക്തനായ മോശ തന്റെ അനുഭവങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവയുടെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് മോശ ഇസ്രായേലിനോട് പറയുകയാണ്. ആവർത്തന പുസ്തകം 4:7 വായിച്ചാൽ കാണാൻ കഴിയും. അതെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വളരെ സമീപമായി നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ആരാധന വിഷയം കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ നിങ്ങൾ ആരാധിക്കുമ്പോൾ അവൻ നിന്റെ അരികിലേക്ക് ചേർന്ന് വന്നിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവത്തെ ഉണങ്ങി മുട്ടുകുത്തി നമസ്കരിക്കുകയും അവനെ ആരാധിക്കുവിൻ. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം കൊടുക്കും. കെരൂബുകളും സാറാഫുകളും സ്തോത്രം, വിശുദ്ധന്മാരും കോടാനുകൂടി ദൂതന്മാരും സ്വർഗത്തിൽ ദൈവത്തെ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രിസ്തുമസ് നിന്റെ ഹൃദയത്തിനകത്ത് യേശു ജനിക്കട്ടെ. നീ ഭൂമിയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുക, യേശുവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്തെ ദൈവികമല്ലാത്തതിനെ പുറത്താക്കിയിട്ട് പുറത്ത് കിടക്കുന്ന യേശുവിനെ നിന്റെ അകത്ത് കൊണ്ടുപോവാ. പുറത്ത് പുൽക്കൂട്ടിലല്ല, മഞ്ഞും മഴയും വെയിലും കൊണ്ട് കിടക്കുവാനല്ല യേശു, പൊടിപടൽ വടിച്ച് കിടക്കുവാനല്ല. യേശു നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ വസിക്കട്ടെ. നിന്റെ കഷ്ടത മാറും. പ്രൈസലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾക്ക് ഈ സന്ദേശം എത്ര ഇഷ്ടപ്പെട്ട് നിങ്ങൾ അടിയിൽ എന്ത് കമന്റ് ഇട്ടോ കേട്ടോ, ഞാനും കൂടെ വായിക്കട്ടെ. നിങ്ങളെങ്ങനെ എന്താ പറയുന്നത് എനിക്കൊന്നും അറിയാൻ വേണ്ട. ലേരിയ കണ്ണുകൾ ചേട്ടെ. യേശുവിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. എത്രയോ കുടുംബങ്ങളായി ഇന്ന് കള്ളടിച്ച് വെളിവില്ലാതെ വാള് വെച്ച് വഴിയിൽ കിടക്കുന്നത്, എത്രയോ കുടുംബങ്ങളെ അരാജകത്വം, എത്രയോ കുടുംബങ്ങളെ പ്രശ്നം, എത്രയോ പേരാ മരണപ്പെടുന്നത്, എത്രയോ പേരെ രോഗികളായി മാറുന്നേ. നിന്റെ കുടുംബത്തിൽ സമാധാനം പറ്റില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള സമാധാനമെന്ന് യേശു ജനനാളിൽ ദൂതന്മാർ പാടി. ലൂക്കോസ് 2:14. അതെ, നിന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ലോകമെമ്പാടുമുള്ള സകല ജനത്തെ നിങ്ങൾ ഓർക്കുകയാണ്. ഡിസംബർ 25 ക്രിസ്തുവിന്റെ ജനനമായി ജനം കൊണ്ട് ആഘോഷിക്കുമ്പോൾ കർത്താവേ, അവൻ പുറത്ത് ജനിക്കും പുൽക്കൂട്ടിൽ ഇട്ടുകൊണ്ട് അകത്ത് നടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിനും ഭവനം നടക്കുന്ന എല്ലാ അശുദ്ധമായതിനെ നീക്കി യേശുവിന്റെ ജനനം സകല മനുഷ്യന്റെ ഹൃദയത്തിൽ സംഭവിക്കുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിലും, വാർത്തകത്തിലും, അൻപത്തിലും, അശന, യാച, ഓർപ്പണ, ചോട്ട തടവറയിലായിരിക്കും. ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പാട്ടാള, മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ പേരിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, എല്ലാ ജാതി മത വർഗവർണ്ണ കുള്ളിട്ട് കൊട്ടാരി വരെ പാർക്കുന്ന എല്ലാ മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, തീവ്രവാദികൾ, ഭീകരവാദി, വർഗീയവാദികളടക്കം സകല ജനത്തിന്റെ ഹൃദയത്തിൽ യേശു വസിപ്പാന്റെ ഹൃദയം ഒരു പുൽക്കൂടായി കൊടുത്ത് സകല അശുദ്ധി നീക്കി ജനം കർത്താവിനോട് വേർതിരിക്കപ്പെട്ട് കർത്താവിനെ ആരാധിപ്പാൻ ജനത്തെ ഒരുക്കണമേ.
ദൈവമക്കളെ ദൈവദാസന്മാരെ ഓർക്കുന്നു. അവരെല്ലാം കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന് വെടിവിട്ട് മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.